നമുക്കിനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ തുടക്കമാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വളരെ സിമ്പിൾ ചോദ്യങ്ങളെ സി യു ടിയിൽ ചോദിക്കുന്നുള്ളൂ. ഇതിൽ ആദ്യത്തെയാണ് ഡിഗ്രി ഓഫ് എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങളത് എൻ സി ആർ ടിയിൽ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. എനി ഇക്വേഷൻ ഇൻവോൾവിങ് ഡി വൈ ബൈ ഡി എക്സ് ഓർ ഡിഫറൻഷ്യൽസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആവാം, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആവാം, ഒക്കെ ആവാം. അതിനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എനി ഇക്വേഷൻ ഇൻവോൾവിങ് ഡിഫറൻഷ്യൽസ് വി കോൾ ഇറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ഐഡിയ ഹൗ ടു ഫൈൻഡ് ദ ഡിഗ്രി ആൻഡ് ഹൗ ടു ഫൈൻഡ് ദ ഓർഡർ. ഡിഗ്രി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ ഹയസ്റ്റ് പവർ, ദ പവർ ഓഫ് ദ ഡിഗ്രി പറഞ്ഞാൽ ഇതാണ്. വാട്ട് ഇസ് ദ ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡിഗ്രി പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. Power of the highest order derivative if you write that differential equation in the polynomial form. സേർഡ് ഉണ്ടാവില്ല, റാഡിക്കൽ സൈൻ ഉണ്ടാവാൻ പാടില്ല, റേസ് ടു 3/2 ഒന്നും ഉണ്ടാവാൻ പാടില്ല. പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പം ഡി വൈ ബൈ ഡി എക്സിൻ്റെ പവർ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 + y. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിൻ്റെ പവർ ഡി വൈ ബൈ ഡി എക്സിൻ്റെ പവറാണ്. ഡി വൈ ഡി എക്സിൻ്റെ പവർ എന്താ? 1. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. ഓക്കെ, ഡിഗ്രി 1 ആണ്. എന്താ ഓർഡർ? വാട്ട് ഈസ് ഓർഡർ? ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. The highest order derivative. The highest order derivative involved in the differential equation. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, അതിനാണ് ഓർഡർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. എന്താ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇതിൽ ഈ പരീക്ഷയ്ക്ക് വരുന്ന രണ്ട് സാധനങ്ങളാണ് ഓർഡറും ഡിഗ്രിയും. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇൻവോൾവ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഡിവൈഡ് ബൈ എക്സ്, ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താ? ഇതിൻ്റെ ഓർഡർ 1 ആണ്, ഇതിൻ്റെ ഡിഗ്രി 1 ആണ്. ഇപ്പം ഈ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കാം, സ്ക്വയർ ആയി വെച്ചു. ഇതിൻ്റെ ഓർഡർ 1 ആണ്, ഡിഗ്രി 2 ആണ്. മനസ്സിലായോ? ഡിഗ്രി 2 ആണ്. ഇതിപ്പോൾ ചോദ്യം ഇങ്ങനെ അയച്ചോ. സപ്പോസ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 + dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഓർഡർ 2 ആണ്, ഡിഗ്രി എന്താ? ഡിഗ്രി 1 ആണ്. എന്താ? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ പവർ 1 ആണ്. പക്ഷേ ഇവിടെ ഒരു 5/3 ഉണ്ട് വെച്ചു. ഇവിടെ 5/3 ഉണ്ടെങ്കിൽ വാട്ട് ഇസ് ഓർഡർ? ഇവിടെ 5/3 ഉണ്ടായിരുന്നെങ്കിൽ ഇത് വൃത്തിയിൽ എഴുതണം. കാരണം ഡി സ്ക്വയർ ഓർഡറിന് വിഷയമല്ല, ഓർഡർ 2 തന്നെയാണ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. പക്ഷെ ഡിഗ്രി അതിൻ്റെ പവറിൽ ഫ്രാക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പവറിൻ്റെ കോഎഫിഷ്യന്റ് ഇപ്പോൾ എവിടെയായാലും ഇവിടെ സേർഡ് വന്നാൽ, ഫ്രാക്ഷൻ വന്നാൽ അത് വൃത്തിയിലാക്കണം. ഇവിടെ 5/3 ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വൃത്തിയിലാക്കുക? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ക്യൂബ് ചെയ്യാം. ഓക്കെ, ക്യൂബ് ചെയ്യാം. അപ്പോൾ ക്യൂബ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ക്യൂബ് ചെയ്യുമ്പം റേസ് ടു 5 ഇസ് ഈക്വൽ ടു 1 + dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ക്യൂബ് വരും. ഓക്കെ അല്ലേ? ക്യൂബ് വരും. അപ്പോൾ അവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ പവർ 5 ആണ്. അപ്പോൾ ഡിഗ്രി ഈസ് 5. ഇങ്ങനെയാണ് ഓർഡറും ഡിഗ്രിയും കാണുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഓർഡർ എന്താ മക്കളെ? ഒന്ന് പറയൂ, ഇതിൻ്റെ ഓർഡർ എന്താ?
ഇതിന്റെ ഓർഡർ 2 ആണ്. ഇതിന്റെ ഓർഡർ 2 ആണ്. കാരണം ഡി സ്ക്വയർ ബൈ ഡി അല്ല, ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇൻവോൾവ് ചെയ്യില്ലേ? അപ്പൊ ഓർഡർ 2 ആണ്. പക്ഷെ ഡിഗ്രി ചെയ്യണമെങ്കിൽ ഇവിടെ 3/2 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പുറത്തും 2ന്റെ പവർ റേസ് ചെയ്യാം. അപ്പൊ 2ന്റെ പവർ റേസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് dy ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഹോൾ റേസ് ടു 3/2 സ്ക്വയർ ചെയ്യാം. അപ്പൊ റേസ് ടു 3 is equal to k d square y by dx square whole raised to 2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓർഡർ 2 ആണ് നമ്മൾ കണ്ടു. ഡിഗ്രി പറയുന്നത് ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇതാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിന്റെ പവർ എന്താ? 2 ആണ്. ഡിഗ്രിയും 2 ആണ്. ഇവിടെ ആൻസർ 2 ആണ്. ഇതിന്റെ കൂട്ടത്തിൽ 2 ചോദ്യമാണ് ചോദിക്കുക. വാട്ട് ഇസ് ദ ഓർഡർ, വാട്ട് ഇസ് ദ ഡിഗ്രി. ഇപ്പൊ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കുക. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ നമ്മളെ. സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ്, സൈൻ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ ഇസ് ഈക്വൽ ടു y. ഇതിൽ സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഡി വൈ ബൈ എക്സ് ആണെങ്കിൽ വേറെയാണ്. സൈൻ ഓഫ് ഡി വൈ ബൈ എക്സ് ആണെങ്കിൽ ഇതിന്റെ ഓർഡർ 1 ആണ്, പക്ഷെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഇപ്പൊ ഡിഗ്രി എന്തുകൊണ്ടാണ് ഡിഫൈൻഡ് ആവാത്തത്? സൈൻ ഓഫ് പോളിനോമിയൽ ഇൻ ഡി വൈ ബൈ എക്സ് അല്ല. പോളിനോമിയൽ ഇൻ ഡി വൈ ബൈ എക്സ് ആണെങ്കിൽ മാത്രമേ ഡിഗ്രി ഡിഫൈൻഡ് ആവും. ഓർഡർ ഡിഫൈൻഡ് ആണ്. അപ്പം ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണെങ്കിലോ ഓർഡർ 2 ആണ്, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ. പക്ഷേ ഇത് സൈൻ എക്സ്, ഇപ്പൊ ചോദ്യം ഇങ്ങനെ അയച്ചോളൂ, സൈൻ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അയച്ചോളൂ. സൈൻ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഇസിക്കൽ ടു y ആണെങ്കിൽ വാട്ട് ഇസ് ഓർഡർ? ഓർഡർ ഇസ് 2 ആൻഡ് ഡിഗ്രി ഇസ്, അവിടെ പ്രശ്നമല്ല. സൈൻ എക്സ് ഇൻറ്റു അല്ല, സൈൻ ഓഫ് അല്ല, സൈൻ എക്സ് ഇൻറ്റു ആണ്. അപ്പൊ ഡി വൈ ബൈ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1 ആണ്. ഡിഗ്രി ഇസ് 1. ഓർഡർ ഇസ് 2, ഡിഗ്രി ഇസ് 1. അപ്പൊ ഈ ഒരു കാര്യമാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, ഓർഡറും ഡിഗ്രി. ഓക്കെ, വിൽ ഡിസ്കസ് ദാറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dy by dx പ്ലസ് 4y dy by dx is equal to 5. ഈ dy by dx വന്നാൽ നല്ലത് dy by dx y ആക്കി കിട്ടുമോ? അല്ല, കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. dy by dx കൊണ്ട് നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? y ഇൻറ്റു dy by dx ഹോൾ സ്ക്വയർ പ്ലസ് 4 is equal to 5 ഇൻറ്റു dy by dx. അപ്പൊ ഇതിന്റെ ഓർഡർ 1 ആണ്, ഡിഗ്രി 2 ആണ് അല്ലെ? ഡി വൈ ബൈ എക്സ് അല്ലല്ലോ. അപ്പൊ ഓർഡർ 1 ആണ്, ഡിഗ്രി 2 ആണ്. ഡിഗ്രി ഈസ് 2, റൈറ്റ്? ഓർഡർ ഈസ് 1, ഡിഗ്രി ഈസ് 2. ഓർഡർ ഈസ് 1, ഡിഗ്രി ഈസ് 2. ഓപ്ഷൻ 1 ആണ് ആൻസർ അല്ലേ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡി സ്ക്വയർ ഓർഡറും ഡിഗ്രിയാണ് ചോദിച്ചത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 3 റേസ് ടു 1/3 ഈക്വൽസ് 2 dy by dx 1/4. ഇതിൽ കണ്ടവിടെ തന്നെ ഓർഡർ കാണാൻ വിഷമമില്ല. എന്താ ഓർഡർ? ഓർഡർ ഇസ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനുണ്ട്. ഓർഡർ 2 ആണ്. ഓർഡർ 2 ആണെന്ന് ഉറപ്പാണ്. ഓർഡർ 2 ആണ് ഉറപ്പായതുകൊണ്ട് എന്തായാലും ഓപ്ഷൻ 4 ആൻസർ തെറ്റാണ്. അപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം. ഓക്കെ. ഇനി എന്താ ചെയ്യട്ടെ? വാട്ട് ഇസ് എ ഡിഗ്രി? ഇറ്റ് ഈസ് എ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആഫ്റ്റർ റിമൂവിങ് ദ റാഡിക്കൽ സൈഡ്സ്. അപ്പൊ ഇവിടെ റാഡിക്കൽസ് എവിടെ 1/3 ഉണ്ട്, ഇവിടെ 1/4 ഉണ്ട്. ഇവിടെ 1/3 1/4 ഉണ്ടെങ്കിൽ ഒരേ പവർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പവർ ഫ്രാക്ഷൻസ് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? യു റേസ് എ പവർ ടു 12. 12നെ പവർ ചെയ്യുക. കാരണം 3 1/3 1/4 ഡിനോമിനേറ്റർ 3 4 അല്ലേ? 3 4 LCM 12 അല്ലേ? അപ്പൊ 12 പവർ റേസ് ചെയ്യാം. യു റേസ് ദ പവർ ടു 12. അപ്പൊ എന്താ കിട്ടുക? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് 3
ഹോൾ പവർ യു ആർ റേസിംഗ് ദ പവർ ടു 12. 1/3 ഓൾറെഡി ഉണ്ട്. 12 പവർ റേസ് ചെയ്യുമ്പോൾ 4 വരും അല്ലേ. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു dy/dx ഹോൾ റേസ് ടു 1/4 ആണ്. പവർ 12 ആകുമ്പോൾ 3 ആവും. അപ്പം 2³ അല്ല, ഇവിടെ 12 തന്നെ വരും അല്ലേ. 2 റേസ് ടു 12 വരും. dy/dx ഹോൾ റേസ് ടു 3 വരും. യു ആർ റേസിംഗ് ദ പവർ ടു 12. 12 ആകുമ്പോൾ ഇവിടെ 4 വരും, ഇവിടെ 3 വരും. റെഡി അല്ലേ. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് എ റേസ് ടു എം എൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വാട്ട് ഇസ് ദ ഡിഗ്രി? ഇവിടെ കണ്ടോ dy/dx, ഇവിടെ d സ്ക്വയർ ഇവിടെ d സ്ക്വയർ. അപ്പോൾ d സ്ക്വയർ ബൈ d സ്ക്വയറിന്റെ പവർ എന്താവും? ഇവിടെ 4 വരുമ്പോൾ ബൈനോമിയൽ പ്രകാരം 8 ആവും. ഡിഗ്രി ഈസ് 8. ഓർഡർ 2 ആണ്, ഡിഗ്രി 8 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. നോക്കൂ, എം ഇസ് എ ഡിഗ്രി ആൻഡ് എൻ ഇസ് ദ ഓർഡർ ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എമ്മും എന്നും തമ്മിലുള്ള ബന്ധമാണെന്ന് ചോദിച്ചാൽ കണ്ടോ, ഇതിപ്പോൾ പവർ എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ് കണ്ടോ. അപ്പോൾ വാട്ട് ഇസ് ദ ഓർഡർ? ഇതെല്ലാത്തിനും പവർ ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, കുഴപ്പമൊന്നുമില്ല. എക്സസൈസ് അങ്ങനെ കൊണ്ടുപോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഓർഡർ 3 ആണ്. d³ ഉണ്ട്. അപ്പോൾ ഓർഡർ 3 ആണ്. ഓർഡർ ഇസ് 3. ഈ ഡിഗ്രി എന്തായിരിക്കും? ഡിഗ്രി ഈസ് ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് അല്ലേ. പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താ? d³/dx³ പവർ. ഡിഗ്രി ഈസ് 2. ഓർഡർ 3 ആണ്, ഡിഗ്രി ഈസ് 2. ദാറ്റ്സ് ഓൾ. ഡിഗ്രി ഈസ് 2. അപ്പോൾ ചോദിച്ചത് എന്താ? എം ആണ്. അപ്പോൾ ഇതാണ് എം, ഇതാണ് എൻ. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ? എം മൈനസ് എൻ്റെ വാല്യൂ 2 അല്ല, എം 4ഉം ഓർഡർ എൻ ഈസ് എം ആണ് ഡിഗ്രി അല്ലേ. എം ആണ് ഡിഗ്രി. അപ്പോൾ ഇതാണ് എം, ഇതാണ് എം, ഇതാണ് എൻ. എം 2ഉം എൻ 3ഉം ആണ് അല്ല, എം 3ഉം എൻ 2ഉം ആണ്. M is the degree and N is the order. അപ്പം M minus N the value, M plus N the value 5. B is answer. എല്ലാം ഡിഫൈൻഡ് ആണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഡിഫൈൻഡ്. ഇനി ഫോമിങ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ റെയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹൗ ടു ഫോം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക? എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും കൺസെപ്റ്റ് എന്താ വെച്ചാൽ എല്ലാ ഫാമിലി ഓഫ് കർവ്സിനും ഒരു കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ കുളത്തിലൊരു കല്ലിട്ടാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ പാറ്റേണിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്നാണ്. ഒരു കുളത്തിലൊരു കല്ലിട്ടാൽ കുറേ വട്ടം വരില്ലേ? ഈ വട്ടം ഒരു ഫാമിലി ഓഫ് കർവ്സ് ആണ് അല്ലേ. ഇപ്പം സെൻറ്റർ 0 0 ആണെങ്കിൽ കുറേ കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഇക്വേഷൻ എന്താ? x² + y² = a² അല്ലേ. അപ്പോൾ അവിടെ ഒരു കുറേ വട്ടങ്ങൾ ഇങ്ങനെ കോൺസെൻട്രിക് ആയിട്ടുള്ള കുറേ സർക്കിൾസ് വരച്ചാൽ, കോൺസെൻട്രിക് പറഞ്ഞാൽ എന്താ? ഒരേ സെൻറ്റർ ഡിഫറെൻറ്റ് റേഡിയസ്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് x² + സെൻറ്റർ 0 0 ആണെങ്കിൽ x² + y² = a².
ഈ എക്ക് പറയുന്ന പേരാണ് പാരാമീറ്റർ. പാരാമീറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ആർബിട്രറി കോൺസ്റ്റന്റ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഈ ആർബിട്രറി കോൺസ്റ്റന്റിനെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ട് കളയാം, എലിമിനേറ്റ് ചെയ്യാം. അതിനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇതുകൊണ്ട് സോൾവ് ചെയ്താൽ ഇപ്പം നോക്കൂ, ഇത് ഡിഫറൻഷ്യൽ ചെയ്താൽ എന്താ കിട്ടുക? 2x + 2y / dx കണ്ടോ = 0. ഇപ്പം കോൺസ്റ്റന്റ് ആയാലും ആർബിട്രറി കോൺസ്റ്റന്റ് ആണെങ്കിലും ഡിഫറൻഷ്യൽ ചെയ്താൽ 0 തന്നെയാണ്. അപ്പം കാരണം ഇത് എലിമിനേറ്റ് ആയി. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ, ഒരു ഫാമിലിയിൽ നിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? ബൈ എലിമിനേറ്റിംഗ് ദ പാരാമീറ്റർ ഓർ പാരാമീറ്റേഴ്സ്, എലിമിനേറ്റിംഗ് ദ ആർബിട്രറി കോൺസ്റ്റന്റ് ഓർ ആർബിട്രറി കോൺസ്റ്റന്റ്സ്. ഓക്കെ, അപ്പോൾ ഒരു കോൺസ്റ്റന്റേ ഉള്ളെങ്കിൽ ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ മതിയാവും. ഇപ്പം 2 കോൺസ്റ്റൻസ് ഉണ്ടെങ്കിൽ 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 10 കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ 10 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ ഒരു ഫാമിലിയിലെ എന്താ ഈ പാരാമീറ്ററും കോൺസ്റ്റന്റും തമ്മിലെ വ്യത്യാസം? പാരാമീറ്റർ ആണ് ആ ഫാമിലിയിലെ ആൾക്കാരെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നോക്കൂ, എ ഇങ്ങനെ മാറുമ്പോഴല്ലേ ഫാമിലി മാറുക. അപ്പം പാരാമീറ്റർ ഇസ് ദാറ്റ് വാല്യൂ വെൻ ചേഞ്ച്ഡ് റിപ്രസെൻറ്റ്സ് എ ഫാമിലി. ഫാമിലീനെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പാരാമീറ്റർ. അപ്പം പാരാമീറ്ററിനെ dy/dx വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യാം, കളയുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പം വെറുതെ ഡിഫറൻഷ്യൽ ചെയ്താൽ കളഞ്ഞു പോകും, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒബ്റ്റെയിൻഡ് ബൈ എലിമിനേറ്റിംഗ് ദ പാരാമീറ്റർ ഓർ പാരാമീറ്റേഴ്സ് യൂസിങ് dy/dx. അപ്പോൾ ഒരു പാരാമീറ്റർ ഇല്ലെങ്കിൽ ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ മതി. 2 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിലോ 2 തവണ ഡിഫറൻഷ്യൽ ചെയ്യണം. 10 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ 10 തവണ ഡിഫറൻഷ്യൽ ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആയിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ. The order of the differential equation will be the number of parameters involved in that differential equation. Okay. അപ്പോൾ ഇവിടെ നോക്കൂ x ഡിവൈഡ്, അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടില്ലേ, x + y / x = 0 വരും. അപ്പം ഇവിടെ x² + y² = a², x + y / x = 0 വരും. അപ്പം ഇതിൻ്റെ ഓർഡർ എന്താ? ഇതിൻ്റെ ഓർഡർ 1 ആണ്, ഡിഗ്രി 1 ആണ്. അപ്പം നമ്മൾ പറയും x² + y² = a² ആണ് ഇതിൻ്റെ പ്രിമിറ്റീവ്, ഇതിൻ്റെ സൊല്യൂഷൻ. അഥവാ x + y / x = 0 ആണ് ഈ ഫാമിലിയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ എല്ലാ ഫാമിലിക്കും ഒരു കറസ്പോണ്ടിങ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫാമിലി ഓഫ് കർവ്സ് ഉണ്ടാവും. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തിന്, ഒരു കാര്യം പഠിക്കുമ്പോൾ എന്തിനെന്ന് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ NCERT തുടക്കത്തിലുള്ള ഭാഗങ്ങൾ കുറച്ച് കഥയുണ്ടാവും. തുടങ്ങുമ്പോൾ തന്നെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ താടിയുള്ള ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് കഥയുണ്ടാവും. ആ കഥ കഴിഞ്ഞിട്ട് ആ കഥയൊന്ന് വായിച്ചു നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും കേട്ടോ. എന്തിനാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? വളരെയധികം ആപ്ലിക്കേഷനുള്ള ഒരു ഫീൽഡാണ്. ഇവിടെ കണ്ടോ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെന്റ് ഫാമിലി ഓഫ് കർവ്സ് റെപ്രസെന്റ് ബൈ y = m × x - d, where m and d are constants, arbitrary. അപ്പോൾ m കോൺസ്റ്റന്റ് ആണ്, ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്, ഡിയും ആർബിട്രറി കോൺസ്റ്റന്റ്. അപ്പോൾ എമ്മും ഡിയും മാറ്റണം അല്ലേ, എമ്മും ഡിയും മാറ്റണം. അപ്പോൾ എമ്മും ഡിയും മാറ്റുമ്പോൾ എന്തായിരിക്കും? 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. 2 പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ 2 ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ 2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം dy/dx മാത്രമല്ല ഉണ്ടാവുക, d²/dx² ഉണ്ടാവും. അപ്പോൾ ഓർഡർ എന്തായാലും 2 ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതല്ല ആൻസർ. അപ്പോൾ ബാക്കി എല്ലാം ആവാം ആൻസർ, ബിയോ സിയോ ഡിയോ ഒക്കെ ആവാം. എ അല്ല ആൻസർ. എന്താ കാരണം? 2 പാരാമീറ്റേഴ്സിലുണ്ട്, 2 ആർബിട്രറി കോൺസ്റ്റന്റ്. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. Number of parameters involved in the family will be the order of the corresponding differential equation. അങ്ങനെ ആലോചിക്കും. അപ്പം ഇവിടെ എങ്ങനെ പാരാമീറ്റർ ഉണ്ടാക്കുക? y = mx - md. അപ്പോൾ വാട്ട് ഈസ് dy/dx ഈക്വൽസ്? അപ്പോൾ dy/dxന്റെ വാല്യൂ m ആണ്. d പോയി, md പോയി അല്ലേ. ഇനി എം പോകാൻ എന്താ ചെയ്യണം? ഒന്നുകൂടി ഡിഫറൻസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? d²/dx² = 0. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് കിട്ടിയാൽ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
Answer is box. D square by dx square equals 0 is the difference. Order is, what is the order? Order is 2 and degree is 1. Order 2 ആണ്, degree 1.